കൊച്ചാണീരോ? എന്തൊരു കഷ്ടാണ് ഈ നട്ടപ്പാതിര വരെ വെറുതെ അതിനെ ഉറക്കൊഴിപ്പിച്ചിരുത്തും. ഒരു 6 മണിക്ക് വിളിച്ചൂടെ? എന്നൊരു 6, 6:45 ആകുമ്പോഴേക്ക് കുളിയും കഴിപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ അതിന് സുഖമായിട്ട് പഠിച്ചൂടടി. അവക്ക് നിന്റെ ബുദ്ധിയോടെ കിട്ടിയേക്കണേ, അങ്ങനെ അധികം പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അനകാ ഇന്ന് പോണ്ടേ? പിന്നെ പോണ്ടേ. എന്തൊക്കെയാ പിന്നെ? എന്ത് നല്ല തന്നെ. ആകെ പ്രശ്നടാ. ബിസിനസ് ഒക്കെ ഭയങ്കര മോശാന്നേ. ബിസിനസ്സോ? എന്താ അമ്പാനയുടെ വീടല്ലേ? തയ്യലില്ലടാ. തയ്യല് നോക്കണം. പണി കുറവാകുമ്പോൾ ആളുകളോട് പറയണം, എന്നിട്ട് അങ്ങനെ പണി ഉണ്ടാക്കണം. അതാ ചെയ്യുക. അല്ലാണ്ട് എന്താണ്? ആൾക്കാരോട് പറഞ്ഞിട്ടൊക്കെ ഇനിയിപ്പോ എന്ത് എപ്പ നടക്കാനാ? ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഇനി എപ്പ നടക്കാനാ? ജീവിതമൊക്കെ വഴിവെട്ടി പോയി മോനെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ വിചാരിച്ച ഒന്നും നടക്കൂലല്ലോ അല്ലേ? ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല. ഞാൻ വിചാരിച്ച എന്ത് നടക്കാനാണ്? ഉണ്ടോ? ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ വിചാരിച്ചു നിന്നെ കാണരുതേ എനിക്കറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ 1000 രൂപ മതി. ഒന്നുമില്ല. എന്നാ പിന്നെ എനിക്കൊരു പണി ശരിയാക്കിത്താ. എന്ത് പണി? എന്തെങ്കിലും പണി. എനിക്ക് തയ്യൽ മാത്രമല്ല അറിയൂ. അന്ന് തയ്ക്കാനായിട്ട് എവിടെയെങ്കിലും അല്ലെങ്കിൽ എന്റെ കൂടെ കൊണ്ടുപോകാൻ വിചാരിക്കായിരുന്നു. വല്ല പോഷന്റെ മുകളിലൊക്കെ വലിച്ചു കയറ്റാം. അവിടെ നിന്റെ മോൻ കണ്ടോണ്ടിരിക്കണ്ടടാ, വലിയ പാടാ. എടാ, തയ്ക്കാൻ എവിടെയെങ്കിലും ആക്കി തന്നാലും മതി. ഏതെങ്കിലും കടയിലൊക്കെ. നീ ഇവിടെ തന്നെ നോക്കടി, അല്ലാതെ നീ വേറെ എവിടെ ഏത് കടയിൽ പോയി? ആര് തയ്ക്കാൻ തന്നിട്ടാന്ന് ഇറങ്ങിട്ട് ആളുകളോട് പറയണം, അയൽപക്കത്തുള്ള ആളുകളോടൊക്കെ പറയണം. എനിക്ക് തോന്നണില്ല. എന്നാ പിന്നെ ഒരു 1000 രൂപ ഇപ്പം. നിനക്ക് ഒരു നാണല്ല എന്റെ. എന്തിനാണ് ഇങ്ങനെ ഇരക്കാൻ നിക്കണതെന്ന്? എന്തിനാടാ? സ്വന്തം പെങ്ങളല്ലേടാ വന്ന് കൈ നീട്ടണേ. എനിക്ക് എന്റെ പെങ്ങളെ പറ്റിയൊരു സങ്കല്പമുണ്ട്. അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് പെങ്ങളോട് താല്പര്യമുള്ളൂ. എനിക്ക് എന്റെ ആങ്ങളുടെ മുമ്പിൽ എന്തോരം താഴാനും വിഷമില്ല. നിനക്കതൊക്കെ പഠിഞ്ഞു കഴിഞ്ഞതല്ലേ? ഇപ്പോ 10-12 വർഷമായിട്ടുള്ള കോച്ചിങ് അല്ലേ? അപ്പൊ ഞാൻ നിക്കണ്ട? നടക്കൂല. എന്ത് ദുഷ്ടനാടാ നീ. എന്റെ അടുത്ത് ഇല്ലടി. നിന്റെ അടുത്ത് ഉണ്ടാവും. ആ കാർഡ് എന്താന്ന്? ഞാൻ നിനക്ക് 1000 രൂപ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കൂടെ പണി വരുമല്ലോ. അല്ല, എന്നാലും തൽക്കാല ആവശ്യങ്ങൾ നടക്കുമല്ലോ. അമ്മോട് ചോദിച്ചു. അമ്മ ഒട്ടും തരില്ല. അമ്മയ്ക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ട്. അമ്മ തരില്ലല്ലോ. എന്താ തരാത്? ഞാനിപ്പോ ആവല്ലേടാ. പിന്നെ നീ ഭയങ്കര പാവല്ലേ. പോവാ. പണിയുടെ കാര്യം ഒന്ന് ഓർത്തോട്ടോ. എന്റെ പണിയുടെ കാര്യം ഒന്ന് ഓർത്തോളാൻ. ആ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടില്ല എനിക്ക്. ഞാനും അത് തന്നെ ആലോചിക്കണം. ഈ അച്ഛനും അമ്മയൊക്കെ കൂടി സുപ്രീം കോടതി വരെ പോകേണ്ട വല്ല കാര്യമുണ്ട്? ഇഷ്ടമുള്ളവൻ്റെ കൂടെ പോട്ടെ എന്ന് വെക്കണമെന്നേ. നീ ആരുടെ കാര്യം പറയണത്? ഹാദിയുടെയോ? അത് ശരി. നീ പിന്നെ ആരുടെ കാര്യം പറഞ്ഞത്? ഞാൻ എന്റെ തങ്കത്തിന്റെ കാര്യം പറയാടോ. തങ്കത്തിന്റെ കാര്യം സുപ്രീം കോടതിയല്ല, പടച്ചാമ്പുരാൻ തീരുമാനിച്ചാൽ നടക്കൂല. ക്ലീറ്റസിന്റെ ഭാര്യയല്ലേ, അതൊക്കെ പോയ കേസാണ്. ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര കരച്ചിലും പറച്ചിലും. ഇപ്പം തീരെ പണിയില്ല. അപ്പം അവൾക്ക് ഏതെങ്കിലും ഒരു ഈ ലേഡീസൊക്കെ തയ്ക്കുന്ന കടകളില്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ പണി ശരിയാക്കി കൊടുക്കുമോ നീ ഒന്ന് പറയടാ കനകാന്നും പറഞ്ഞിട്ട്. ഞാൻ എവിടെ പോയിട്ട് കൊടുക്കാനാണ്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ട. നമ്മ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് ഇവൻ അവിടെ ചെന്ന് മെക്കിട്ട് കയറും, അലമ്പുണ്ടാക്കും. ദിവസവും പ്രശ്നം തീർക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഒരു കടയിലും നീ ചോദിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ സഹായിക്കാം. മാത്രല്ല നന്നായിട്ട് തയ്ക്കാനൊക്കെ അറിയുന്നവളാ. അതെനിക്കറിയാലോ. പക്ഷെ ആദ്യത്തേക്ക് ഇവള് തയ്ച്ചാലേ ഉടുക്കുള്ളൂ. നല്ല തയ്യക്കാരത്തി തന്നെയാണ് ഇവള്. മറ്റേ പാറക്കാട് കുന്നൊക്കെ ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ ഇവളുടെ അടുത്ത് വന്നിട്ടാണ് തയ്ച്ചിരുന്നത്. അപ്പോൾ അവരെന്താ വെച്ചാൽ അവരൊക്കെ അത് പഠിച്ചിട്ട് നന്നായിട്ട് ഫാഷനൊക്കെ തയ്ക്കാൻ വേണ്ടി പഠിച്ചിട്ട് ഇപ്പോൾ അവിടെ നിന്നുള്ള ഒരൊറ്റ ആൾ വരുന്നില്ല. പിന്നെ ഈ മുഴത്തിന് കടകളും കഷ്ടപ്പാടാണ് ആ പെണ്ണിൻ്റെ കാര്യം. എന്തേനാ അവനോടൊക്കെ വല്ല പണിക്ക് പോകാൻ പറയുന്നത്? നിങ്ങൾ ഈ പുന്നാരിച്ച് വീട്ടിൽ കയറ്റിയിരുത്തണം. എന്തിനാ അവനെ? പെണ്ണാണോ പണിയെടുത്ത് കൊടുക്കേണ്ടത്? ഇവൻ്റെയൊക്കെ യോഗമാണ് യോഗം. ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവള് ജോലി എടുത്ത് നോക്കുകയും ചെയ്യണ്, ഓസിന് താമസിക്കാനായിട്ട് വീടും. ഇതിപ്പോൾ അവള് രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടേ ഇപ്പം എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് അതിലേറെ കുഴപ്പമാകും.
ഇപ്പം ഏത് കടയിലും ഓർത്താണ് നമ്മൾ ജോലിക്ക് നിർത്തുന്നത്. അത്രയും വലിയ സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാ? നിന്റെ പരിചയത്തിൽ വല്ലതും ഉണ്ടോടാ? കടകളൊന്നുമില്ല, പിന്നെ വേറൊരു സംവിധാനമുണ്ട്. അത് ചെയ്യുമോ ഇവള്? തങ്കം വന്നേ. ഇരിക്കും. നീ ഇന്ന് രാവിലെ സംസാരിച്ച കാര്യം ഞാൻ ഫാസിലായിട്ടൊന്ന് സംസാരിച്ചു. അപ്പോൾ ഫാസിൽ പറഞ്ഞു അവൻ്റെ അടുത്തുള്ളൊരു സാംസൺ ചേട്ടുണ്ട്, പുള്ളി ഈ മാക്സിയുടെ ഒക്കെ കടയില്ലേ, മാക്സി കട, അത് നടത്തുകയാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഈയിടെയായിട്ട് മറ്റേ ഈ ചുരിദാറും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരിദാർ പുള്ളി ഇപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിങ്ങനെ ഈ പീസ് വർക്കായിട്ട് പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ അതിൽ ഏതൊക്കെ 2-3 കുട്ടികളുണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി. ഇനിയിപ്പോൾ അതിനെ വേറെ ആളെ പുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെന്ന് സംസാരിക്കാം. അപ്പോൾ അവർ തുണി തരും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ തയ്ച്ചവർക്ക് കൊടുക്കണം. നിങ്ങൾ എത്ര രൂപ വാങ്ങിക്കും പുറത്തുനിന്നൊക്കെ? വീട്ടിൽ ഞാൻ അങ്ങനെ ഒരുപാട് പൈസ മേടിക്കാറില്ല, പക്ഷെ പുറത്ത് സാധാരണ ഒരു ചുരിദാർ തയ്ക്കണേന് 300 രൂപ 350 രൂപ ഒക്കെ മേടിക്കും. അപ്പോൾ ഇതെങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു 100-150 രൂപ അങ്ങ് തരും. നമുക്ക് വേറെ ചിലവൊന്നും ഇല്ലല്ലോ. വലിയ താല്പര്യം ഉണ്ടോന്ന് വെച്ചേക്കണേ? താല്പര്യമുണ്ട്. താല്പര്യമുണ്ടെന്ന് പറഞ്ഞ എടി, നിന്റെ ഇവിടുത്തെ കാര്യങ്ങളും പിന്നെ ഈ ക്ലീറ്റസിന് ഒരിക്കൽ പറഞ്ഞായെങ്കിലും ഇതെല്ലാം കൂടെ ആയിട്ട് പിന്നെ ഇതും കൂടെ അതിൻ്റെ കൂടെ ആകെ കടന്ന് വരകാൻ നിൽക്കരുത്. ഇതൊരു ജോലിയായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ അത് നടക്കും. കാരണം എന്താ വെച്ചാൽ പുള്ളി വേറെ വലിയ വലിയ കടകളിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് ആ പറഞ്ഞ സമയത്തിന് ഈ സാധനം കൊടുക്കണമെങ്കിൽ നിങ്ങളിത് തയ്ച്ചിട്ട് കൊടുക്കണം. ഒരു ദിവസം 10 എണ്ണം തയ്ച്ചു കൊടുക്കേണ്ടി വരുമോ? അങ്ങനല്ലേ നിനക്ക് പറ്റണത്. അപ്പോൾ മാക്സിമം ഒരു 10 എണ്ണം ചെയ്യുകയാണെങ്കിൽ ഇപ്പം എനിക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ശമ്പളം നിനക്ക് കിട്ടും. അതിനെ ചെയ്യണം. ചെയ്യാടാ, ഞാൻ ചെയ്യാം. നീ ഒന്ന് ഫാസിലിനോട് പറഞ്ഞോ. ഈ ക്ലീറ്റസിനോടൊക്കെ ചോദിച്ചിട്ട് അവനോട് താല്പര്യം? ക്ലീറ്റോനോടൊന്നും ചോദിക്കാനില്ല. എനിക്ക് ഇങ്ങനെയെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ. ഞാൻ നരകിക്ക് അവിടെ കിടന്നു. അതിന്റെ ഇടയിൽ കൂടെ കിടന്നിട്ട് ഇനി വെറുതെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിഷയമായിട്ട് വരരുത്. അതാ ഞാൻ പറയാം. ഇല്ല, നീ ഇതൊന്ന് ചെയ്താ കനക. എന്നാ പിന്നെ നമുക്ക് പോയിട്ട് സംസാരിക്കാം. അയാളെ കാണണോ? അയാളൊന്ന് കണ്ടിട്ട് നിന്നെ കൂടെ കണ്ടോട്ട്. മറ്റേ എൻ്റെ ഒരു തലയിൽ മാത്രം എൻ്റെ ഉത്തരവാദിത്തമായിട്ട് നിൽക്കണ്ട. അപ്പൊ നമുക്ക് എന്നാ പോണ്ടേ? എപ്പോഴാ പോവാം? ഇന്നിപ്പോ നിനക്ക് പോകണ്ടേ? നീ നാളെ പോയല്ലോ. നാളെ പോവാം. എന്നാ പോകട്ടെ? ചോറുണ്ടില്ലല്ലോ? ഇല്ല, കഴിക്കും. ഞാൻ വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നാ ശരി കേട്ടോ. നീ വന്നേടി. പണിയുണ്ട് ക്ലീറ്റോ. നീ ഇങ്ങോട്ട് വന്നേ. അതൊന്നും ഇട്ടിട്ട് വാ ഇങ്ങോട്ട്. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. നീ ഇതാണ്ട് ആ തയ്ക്കുന്ന ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ വെട്ടാതെ ഇത് സൈഡ് ഇച്ചിലൂടെ കയറ്റി ഒന്ന് വെട്ടി വിട്ടാൽ ഇത് നല്ല രസമായിരിക്കും. എന്ത് ചുരിദാറിന്റെ അടിയിലോ? ചുരിദാറിന്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന ഈ സൈഡ് ഉണ്ടല്ലോ, അത് നോർമലി ഇതാക്ക ഇങ്ങനെ ഇങ്ങനെ നിൽക്കാതെ അത് ഇച്ചിരി വളച്ചു വിട്ടു കൊടുത്താൽ ഭയങ്കര രസമായിരിക്കും. അടുത്ത ഷർട്ട് തയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഷർട്ട് പക്ഷെ പലരും ചോദിച്ചു കേട്ടോ. ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഇത് ആര് വെച്ചാൽ എവിടെ നിന്നൊക്കെ ചോദിച്ചു. ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ നെറ്റിനകത്ത് നല്ല ഡിസൈനുകളുടെ ഇത് കൊടുപ്പുണ്ട്. നീ അതൊക്കെ എടുത്തൊന്ന് നോക്കിയിട്ട് എനിക്ക് നെറ്റ് നോക്കാൻ അറിയോ? ക്ലീറ്റ് 24 മണിക്കൂറും പുറത്തല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാനേ പിന്നെ ഇന്ന് വരുമ്പോൾ കുറച്ച് ഫോട്ടോസ് പ്രിന്റ് എടുത്തോണ്ട് വരാം. അത് നോക്കി നീ തയ്ക്ക്. എന്നാ എനിക്കിത് നാളെ വൈകുന്നേരം കൊടുക്കണം. അവര് വരും. ഇന്ന് രാത്രി തരാം. നല്ല ഇത് പിന്നെ നേരത്തെ തയ്ച്ചു വെച്ചതൊക്കെ എന്ത് ചെയ്തു? അത് 15 ദിവസം അവര് കൊണ്ടുപോയി. അതിന്റെ പൈസ വന്നോ? പൈസ ഒന്നിച്ചേ തരുള്ളൂ. ഇതും കൂടി തയ്ച്ചു കഴിയുമ്പോ കൊത്താരും. ഇതും കൂടെ പെട്ടെന്ന് തയ്ച്ചു കൊടുക്കും. ഞാനതൊന്നും ചെയ്യട്ടെ. അല്ലേ പിന്നെ ഈ വന്നേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഈ സാധനം ഇത് ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്ന് പറയാൻ വന്നതാണ്. ഇത് നല്ലതായിരിക്കും. സമ്മതിക്കൂലല്ലോ. ഒരെണ്ണമൊക്കെ ഇടാം. ഇനിയിപ്പോ ഇത് ശീലമായി കഴിയുമ്പം നിനക്ക് ഒരെണ്ണമൊക്കെ ഇടാം.
കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരെണ്ണം വെറുതെ അടിച്ചു നോക്കി. എനിക്ക് അതല്ല ഇഷ്ടപ്പെട്ടത്. ദേ ഇതാ. അതാണ് ഇത് നല്ല അത് കുഴപ്പമില്ല. പക്ഷെ എനിക്കെന്താ എൻ്റെ ഒരു സങ്കല്പത്തിൽ ഇത് നിനക്ക് നന്നായിട്ട് ചേർന്നേ. നല്ലായിരുന്നു. ഇത് സാറാ. നമസ്കാരം സാറേ. ഓ ഇല്ലില്ല, ഞാനേ ഞങ്ങളുടെ ചെറിയൊരു പുതിയ ബിസിനസ് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചുരിദാർ മെറ്റീരിയൽ. ഓ എല്ലാം ഓക്കെയാണ്. ഓക്കെ നമ്മുടെ സാറേ ജാഥ നമ്മൾ മറ്റന്മാരുടെ പാർട്ടി ഓഫീസിൻ്റെ അതുവഴി ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പം മുദ്രാവാക്യം വിളി ഒന്നുകൂടെ ഒന്ന് ശക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഇതിന്റെ അടുത്ത് പൊട്ടിയിട്ടുണ്ടാവും. അതല്ല തങ്ക, എന്റെ പൊട്ടിയൊന്ന് കൈ എങ്ങാണ് തങ്കം. ഞാൻ അതിനൊന്നും ചെയ്തില്ല. ഞാൻ അതിന്റെ അടുത്ത് പോലും പോയില്ല. തുണിയൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കും? ശരിയാക്കും. ഇത് കൈ പൊങ്ങുന്നില്ലടി. ഒരു കുഴപ്പമില്ലായിരുന്നു. ജമന്തി സത്യം പറയാനില്ല, ഞാൻ അതിന്റെ അടുത്തോട്ട് പോയി. പിന്നെ ഒന്ന് കൈ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ആവോ? എന്റെ പോലും കൂടെ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അത് കൈ ഇങ്ങനെ വെച്ചു. അത്ര ശരീരം കൂടെ അതിനകത്തോട്ട് കൈവെക്കാൻ പോയതാരാ? ഞാൻ മനഃപൂർവ്വം വെച്ചല്ലടി. എനിക്കറിയില്ല. എന്ത് ചെയ്യും ഞാൻ? ഈ തുണിയൊക്കെ തയ്ച്ചു കൊടുക്കണ്ടേ? അയ്യോ, ഇത് നാളെ കൊടുക്കണ്ടേ? നാളത്തെ കാര്യം പോട്ടെ, ഞാനിനി എങ്ങനെ ജീവിക്കും? ആകെ വരുമാനമുള്ള സാധനം കിടക്കണേ. ഈ മനുഷ്യനെ ക്ലീന ചേട്ടാ ഇപ്പൊ തന്നെ വേറെ മേടിച്ചോണ്ടോ? ഞാൻ മേടിച്ചു കൊടുക്കാം. നിന്റെ പൈസ ഇരിക്കണ്ട, കടമായിട്ട് മതി. മൂത്തതായി പോയി, അല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് തന്നേനെ ഞാൻ. ഇതിനിപ്പോ എന്ത് ചെയ്യുന്ന? എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഇതൊക്കെ ആരാണ്ടിന്റെ കാലും കൈയും പിടിച്ചിട്ട് ഇവിടെ തയ്ക്കാൻ കൊണ്ടുപോയിപ്പിച്ചത്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ തങ്കം. മനഃപൂർവ്വം തന്നെ. നിങ്ങള് പുറത്തിറങ്ങിയാലും പ്രശ്നം, വീട്ടിലിരുന്നാലും പ്രശ്നം. എന്താ ക്ലീറ്റ ഇങ്ങനെ? നിങ്ങൾക്ക് 3 വയസ്സാണോ? ക്ലീറ്റ ചേട്ടാ എന്ത് ചെയ്യുമെന്ന് ഒന്നിനും ഉത്തരവില്ല. ഞാൻ ഏട്ടനോടൊന്ന് വിളിച്ച് പറയട്ടെ, അവരോടെങ്കിലും വിളിച്ച് പറയട്ടെ നാളെ ഇത് കൊടുക്കാൻ പറ്റൂലെന്ന്. മിണ്ടാതെ ഇങ്ങനെ ഇരുന്നോ നിങ്ങള്, ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിട്ട്. തങ്കം, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിനോട് ചോദിക്കണം എന്തിനാ? കുറച്ച് തുണിയും കൂടെ ഉണ്ട് തയ്ക്കാൻ. അല്ല ഇവിടെ കൊണ്ടുവന്ന് അത് ഇപ്പൊ വേണം. അല്ല അത് നാളെ അല്ലേ പറഞ്ഞത്? അല്ല നാളെ ഇതും കൂടെ വേണം. ഞാന് ഒന്ന് വിളിക്കാനിരിക്കായിരുന്നു. ഈ നാളെ എന്നുള്ളതേ
2 ദിവസം കൂടി അയ്യോ പറ്റൂല ചേച്ചി, ഓർഡർ ഉള്ളതാ ചേച്ചി. അല്ല വേറെ ഒന്നുമല്ല, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് പറ്റൂല ചേച്ചി, ഞങ്ങൾക്കൊരു മരിപ്പുള്ളത് കൊണ്ടാ പാലായത്. അത് പറ്റില്ല ചേച്ചി. എന്താണെന്ന് അറിയാമോ, ഇത് നമുക്ക് തിരുമല ഒരു കടയിൽ കൊടുക്കാനുള്ളതാണ്. നാളെ കൊടുത്തില്ലെങ്കിൽ അത് പണി കിട്ടും. ഇങ്ങനൊരു അത്യാവശ്യം അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, സാംസൺ മുതലാളി ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. ഓർഡർ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അയ്യോ അത് വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ഓർഡർ കിട്ടില്ല, അതുകൊണ്ടാ. അല്ല വേണ്ട, ഞാൻ ചെയ്തോളാം. ചെയ്യോ? ആ ഇനി നാളെ വൈകുന്നേരം ഇത്രയും സാധനം എനിക്ക് കിട്ടണം, പറ്റിക്കരുത്. ഇല്ല ഇല്ല തരാം. ഉറപ്പ്? ഞാൻ പോവേണ്, ആ പറ്റിക്കരുത്. എപ്പോ വരും നാളെ? ഞാൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരാം, വൈകുന്നേരം. ഒരു 8:30 ആയിട്ട് വന്നാൽ മതി. എന്ത് ചേച്ചി ഇത്? അന്നാ 7:30 മാക്സിമം 7:30. ഓക്കെ, പറ്റിക്കല്ലേ ചേച്ചി? നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഇതൊരു ജോലിയായിട്ട് കാണാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിന് മെനക്കെട്ടാൽ മതി, ഇല്ലെങ്കിൽ അതിന് മെനക്കെടണ്ട. അവനവിടെ ഇരിക്കാൻ വേറെ ഒന്നുമില്ലേ? മിഷൻ്റെ മുകളിലാണോ കയറിയിരിക്കണത്? എനിക്ക് പൈസ വേടാ. എന്തിന് നിനക്ക് പൈസ? പുതിയ മിഷൻ വാങ്ങിക്കാനാ? അതതിൻ്റെ പലക മാറ്റാനാ? എന്ത് പലക അങ്ങനെ മാറ്റണ്ട. ആരാ ഓടിച്ചാ ഓടിച്ചവനോട് പറ, മാറ്റിത്തരാം. നീ മിണ്ടാണ്ടിരുന്നേ. ഞാൻ ആരുടെ അടുത്ത് ചോദിക്കൂടാ. ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല ഇത് തിരിച്ചു തരാൻ നിൽക്കും. ഇത് 1-2 പ്രാവശ്യം ഇത് എത്ര പ്രാവശ്യമാണെന്ന് നിങ്ങളിത് ഓരോ കുരുമാലുകൾ ഒപ്പിച്ചിടും. അതിന് എടുത്തു തരാം. എൻ്റെ കയ്യിൽ എവിടെ പൈസ? അപ്പൊ മിഷൻ വാങ്ങിച്ചത് എങ്ങനെയാണ്? അതിന് ഓർമ്മയില്ലേ? ആരോടും ചോദിക്കാനില്ല. അവനോട് പറ. അവൻ വലിയ പൊതുപ്രവർത്തനാണല്ലോ, നാട്ടിൽ വേണ്ടപ്പെട്ട ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അവനിഷ്ടമുള്ള ആളുകൾ. അവരോട് പോയി ചോദിക്കട്ടെ എന്ന്. അവൻ ചോദിച്ചാലും കിട്ടൂല 1500 രൂപ. ഏട്ടാ ഒന്നും അറിയാത്ത പോലെ പറയല്ലേ ഏട്ടാ, അത് നടക്കില്ല. നീ മണ്ടണ്ട. ഇതിനു വേണ്ടി 5 പൈസ ഞാൻ ചെലവാക്കൂല. പുറത്തുനിന്ന് ഒരാൾ നാളെ ഇവിടെ വന്ന് ബേളം ഉണ്ടാക്കുമ്പോ അത് നമ്മൾ കാണണ്ടേ? അവരവിടെ ഉണ്ടായിക്കോട്ടേന്നേ. അല്ലെങ്കിൽ മിഷന്റെ മുകളിലാണോ കയറിയിരിക്കണേ? സത്യമായിട്ട് ഞാൻ നിനക്ക് പൈസ തിരിച്ചു തരാം. 1200 രൂപ തന്നാ മതി. ഒരു പൈസ തരില്ല. നീ ഇത് എന്റെ മുമ്പിൽ വന്നിട്ട് ഈ കരഞ്ഞു കാണിക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് നിനക്ക് അവനോട് അത് പറയാലോ. അപ്പൊ നാട്ടിൽ ഭയങ്കര പ്രസിദ്ധനായിട്ടുള്ള ആളല്ലേ, വേണ്ടപ്പെട്ട ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ആരോട് ചോദിച്ചാലും കിട്ടും പൈസ. ഇതൊരു 1500 രൂപയുടെ കേസല്ലേ ഉള്ളൂ, അത് വാങ്ങിച്ചൂടെ? കൊറയാണ് വന്നിട്ട്. ഇനി നാളെ സാധനം കൊടുക്കണ്ടേന്ന്, അതിനുള്ള ഏർപ്പാടെന്താ വെച്ചാൽ നോക്കിക്കോ, ഇല്ലെങ്കിൽ അയാൾ വായിരിക്കണ കേൾക്കേണ്ടി വരും. മോങ്ങിക്കൊണ്ട് വരികയാണ്. ഏട്ടാ ഒരു 1200 രൂപയല്ലേ ഏട്ടാ? എന്താ 1200 ഈ പറയണത്? ഇത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ വന്നിട്ട് ഇങ്ങനെ പിഴിയാൻ നിൽക്കാണ്. ഇതുവരെ ഒരു തഞ്ചായിട്ട് കാണാണ്. ഏട്ടാ ഇതും കൂടി ഒന്ന് ചെയ്തു കൊടുക്കേട്ടാ. മിഷൻ ശരിയായ പിന്നെ നാത്തു നോക്കിക്കോ. നീ ഇതിന്റെ പാട്ടിന് പോയ ജമതി പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. ഒരു കൈയുള്ളൂ, എനിക്ക് 2 കൈയുണ്ട്. ഞാൻ 2 കൈ നോക്കാം. കൈ ഊരമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി വളയുടെ നേരാമെന്ന് പറയാമോ? ഇത് നിന്റെ അമ്മക്ക് മെഷീനിന്റെ മുകളിൽ ഇടാനുള്ള പുതിയ വലയ. നല്ലല്ലേ? അപ്പൊ മേടിച്ചു കൊടുക്കൂല, പൈസ കൊടുക്കൂല, എന്തൊക്കെയായിരുന്നു ബഹളം. എവിടെയൊക്കെ അന്വേഷിക്കണമെന്ന് ഓർത്താണ്. ഇപ്പൊ ഈ സിംഗിൾ മെഷീൻ ആരും ഉപയോഗിക്കണില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, മറ്റേ നമ്മുടെ ചുറ്റികയിനകത്ത് കാണും, ആ ചുറ്റികെടുത്ത് മേശപ്പുറത്ത് ഇത് പിടിപ്പിച്ചു കൊടുക്കാനാ? ആ അതുകൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലാണ്ട് പിന്നെ ആര് ചെയ്യും? എന്ത് വഴക്കിട്ടാലും പെങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കും, നമുക്ക് അറിഞ്ഞൂട്. ഇപ്പൊ ഇതൊന്നും ആരും ഉപയോഗിക്കാനില്ല, ചെറിയ മെഷീനൊക്കെ കളയണല്ലേ. ഒരുപാട് അന്വേഷിച്ചു കിടന്നത്. സൂപ്പർ അല്ലേ? ഇത് ഒടിയൂലല്ലോ. വന്നിട്ട് പോ. ചായ എടുക്കാട്ടാ. എന്തിനു പറയുന്നു? എങ്ങനെയുണ്ട് നോക്ക്, കൊള്ളാമോ? ഇങ്ങോട്ട് മാറി. ഇല്ലടാ സ്ക്രൂ വെക്കണം ആദ്യം. ഇവിടെ മറിച്ചിട്ടേ സ്ക്രൂ വെക്കണം. നോക്കാം.
എവിടെ നെറ്റും തൊക്കണ്ടേ അതുപോലെ ഉണ്ടാ? ഇത് എണ്ണയൊന്നും ഇടാറില്ലേ തങ്ക്? തൈപ്പിന് മാത്രമുള്ള ഞാൻ വിഷയം എടുത്തിട്ട് മുന്നിൽ നല്ല ബെൽറ്റ് ഉണ്ട്, ബെൽറ്റ് ഇത് പൊക്കി രണ്ട് പൊക്കണത്. ഓക്കെ ഓക്കെ ഇതാണോ ബെൽറ്റ്? ഇതാണോ? ഒരു പാൻ എന്തെങ്കിലും എടുത്തേ. ഇത് മാർക്ക് ചെയ്ത് എങ്ങനെ തുടങ്ങി? ചിലപ്പോ വേറെ മേടിക്കേണ്ടി വരും. കെട്ടിയാ മതി. അതെ, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം മാത്രം വെച്ചാൽ മതി. അറിയാൻ പാടില്ല. സൂപ്പറായിട്ട് കാണും അല്ലേ? എന്തോടി ഇത്? ചവിട്ടിയാലേ ക്ലിയർ ആവുള്ളൂ. ടൈറ്റായി പോയാൽ എത്ര ടൈറ്റ്? അത് എണ്ണ കൊടുക്കാറില്ലേ? എണ്ണൊന്നുമില്ലേ? എന്നാ ഞാൻ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. എന്നാ വാ. എന്നാ ശരി, എന്നാ എൻ്റെ പേന. കനക Alien versus Alien.